നമസ്കാരം. സഭാവിശേഷങ്ങളുമായി മാത്തോമ ന്യൂസ്. രാജ്യത്തിന്റെ 77ാം റിപ്പബ്ലിക് ദിനത്തിൽ ആശംസകൾ നേർന്ന് മലങ്കര മാത്തോമ സുറിയാനി സഭ അധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത. നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവയിൽ അടിസ്ഥാനപ്പെട്ട് രാജ്യത്തിന്റെ വൈവിധ്യങ്ങളും ബഹുസ്വരതയും ഉൾക്കൊണ്ട് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ജനാധിപത്യ സംവിധാനം കരുത്തുറ്റതാകുമെന്ന് മെത്രാപ്പൊലീത്ത ഓർമ്മിപ്പിച്ചു. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി ത്യാഗോജ്വല സേവനം നിർവഹിച്ചവരെയും മഹത്തായ ഭരണഘടനയ്ക്ക് രൂപം നൽകിയ ഏവരെയും ഈ സുദിനത്തിൽ അനുസ്മരിക്കുകയും അവർ മുന്നോട്ട് വെച്ച ആശയങ്ങൾ പ്രാവർത്തികമാക്കുമെന്നും രാജ്യത്തിന്റെ സർവ്വവിധമായ അഭിവൃദ്ധിക്കും വികസനത്തിനും പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുമെന്നും പ്രതിജ്ഞ ചെയ്യാം. ജാതി, മത, ഭാഷ, ലിംഗ വ്യത്യാസങ്ങളുടെ പേരിൽ ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെയുള്ള ദുർബല വിഭാഗങ്ങൾ അക്രമത്തിനും വിവേചനത്തിനും ഇരയാകുന്ന സാഹചര്യങ്ങൾ ഭരണഘടനാ മൂല്യങ്ങളെ വെല്ലുവിളിക്കുന്നു. ഭരണഘടനയെ കാത്തുസൂക്ഷിക്കുക ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. റിപ്പബ്ലിക് ദിനത്തിൽ ഭയമില്ലാതെ സത്യം സംസാരിക്കുവാൻ, സഹവർത്തിത്വത്തിന്റെ സംസ്കാരം വളർത്തുവാൻ നമുക്ക് വീണ്ടും പ്രതിജ്ഞയെടുക്കാം. ഭരണഘടന വെറും രേഖയല്ല, അത് ജീവിക്കപ്പെടേണ്ട മൂല്യങ്ങളാണ്. അവ സംരക്ഷിക്കുമ്പോഴാണ് റിപ്പബ്ലിക് ശക്തമാകുന്നതെന്നും മെത്രാപ്പൊലീത്ത ഓർമ്മിപ്പിച്ചു. രാജ്യത്തിൻ്റെ വൈവിധ്യങ്ങളും ബഹുസ്വരതയും ഉൾക്കൊണ്ട് പ്രവർത്തിക്കുമ്പോൾ നമ്മളുടെ ജനാധിപത്യ സംവിധാനം സംമോഹനമാകും. രാജ്യപുരോഗതിക്കായും സമൂഹത്തിൽ സമാധാനപൂർണമായ സ്ഥിതിക്കായും ആത്മസമർപ്പണത്തോടെ മുന്നേറുവാൻ നമുക്കാകണം. തിരുവല്ല മാർത്തോമ കോളേജ് NCC കേഡറ്റ്സ് മലങ്കര മാർത്തോമ സുറിയാനി സഭ അധ്യക്ഷനും മുൻ കോളേജ് NCC അണ്ടർ ഓഫീസറുമായ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്തയോടൊപ്പം പുലാത്തീനിൽ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. മാർത്തോമ കോളേജ് NCC കേഡറ്റുകളുടെ സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങ് വേറിട്ട അനുഭവമായി. ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത ദേശീയ പതാക ഉയർത്തി ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ ഭരണഘടനയുടെ മഹത്വവും ജനാധിപത്യ മൂല്യങ്ങളും ഓർമ്മിപ്പിച്ച മെത്രാപ്പൊലീത്ത മാർത്തോമ കോളേജിൽ NCC അണ്ടർ ഓഫീസറായി സേവനമനുഷ്ഠിച്ച തന്റെ യുവകാല അനുഭവങ്ങൾ പങ്കുവച്ചു. NCC പരിശീലനം വ്യക്തിത്വ രൂപീകരണത്തിലും ദേശസ്നേഹ ബോധം വളർത്തുന്നതിലും പങ്കുവച്ചുവെന്ന് മെത്രാപ്പൊലീത്ത ഓർമ്മിപ്പിച്ചു. ലഫ്റ്റനന്റ് റെയ്സൺ സാം രാജു, സഭാ സെക്രട്ടറി റവറൻ ഡെബി ടി മാമൻ, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മാത്യു വർഗി TK, കോളേജ് ട്രഷറർ തോമസ് കോശി, സഭാ ട്രസ്റ്റി അഡ്വക്കേറ്റ് അൻസിൽ സക്രിയ, സഭാ കൗൺസിൽ അംഗം PT ഷാജി എന്നിവർ സന്നിഹിതരായിരുന്നു. ലോകപ്രസിദ്ധമായ മാരാമൺ കൺവെൻഷന്റെ 131ാമത് മഹായോഗം ഫെബ്രുവരി 8 ഞായർ മുതൽ 15 ഞായർ വരെ മാരാമൺ മണൽപ്പുറത്ത് തയ്യാറാക്കിയ വിശാലമായ പന്തലിൽ നടക്കും. കൺവെൻഷന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി വരുന്നതായി മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 8 ഞായറാഴ്ച ഉച്ചയ്ക്ക് 2:30 മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ അധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘം പ്രസിഡന്റ് ഡോക്ടർ ഐസക് മാർ ഫിലിക്സ് നോസ് എപ്പിസ്കോപ്പ അധ്യക്ഷത വഹിക്കും. മലങ്കര മാർത്തോമ സുറിയാനി സഭയിലെ ബിഷപ്പുമാരെ കൂടാതെ പ്രൊഫസർ ഡോക്ടർ ക്ലിയോഫസ് J. ലാറു USA, റവറൻ മോളോ വിൽസൺ സെൽവാൻഡ്ലെ സൗത്ത് ആഫ്രിക്ക, ബിഷപ്പ് ഡോക്ടർ പോൾ സ്വരൂപ് ന്യൂഡൽഹി എന്നിവർ മുഖ്യ പ്രാസംഗികരായിരിക്കും. തിങ്കൾ മുതൽ ശനി വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ 7:30 മുതൽ 8:30 വരെ ബൈബിൾ ക്ലാസുകൾ കൺവെൻഷൻ പന്തലിലും കുട്ടികൾക്കുള്ള യോഗം CSSന്റെ നേതൃത്വത്തിൽ കുട്ടിപ്പന്തലിലും നടക്കും. ദിവസവും രാവിലെ പൊതുയോഗം 9:30 ഗാനശുശ്രൂഷയോടുകൂടി ആരംഭിച്ച് 12 അവസാനിക്കും. സായാഹ്ന യോഗങ്ങൾ വൈകിട്ട് 6 ഗാനശുശ്രൂഷയോടുകൂടി ആരംഭിച്ച് 7:30 സമാപിക്കും. തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ ഉച്ചകഴിഞ്ഞ് 2:30 കുടുംബവേദി യോഗങ്ങളും ബുധനാഴ്ച 2:30 സാമൂഹിക തിന്മകൾക്കെതിരെയുള്ള യോഗവും ക്രമീകരിക്കും. കുടുംബവേദി യോഗങ്ങളിൽ ഡോക്ടർ GT ജോർജ് കോട്ടയം, റവറൻ ഫാദർ എഡ്വേർഡ് ജോർജ് മൂവാറ്റുപുഴ എന്നിവരും സാമൂഹിക തിന്മകൾക്കെതിരെയുള്ള സമ്മേളനത്തിൽ ബിഷപ്പ് ടോണി നീലങ്കാവിലും പ്രസംഗിക്കും. വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ വൈകിട്ട് 4 യുവവേദി യോഗങ്ങൾ പന്തലിൽ ഒരുക്കും. ബുധൻ മുതൽ ശനി വരെ വൈകിട്ട് 7:30 മുതൽ 9 വരെയുള്ള സമയം ഭാഷാടിസ്ഥാനത്തിലുള്ള മിഷൻ ഫീൽഡ് കൂട്ടായ്മകൾ ഹിന്ദി, ഒഡിയ, തെലുങ്ക്, തമിഴ്, കന്നഡ എന്നീ ക്രമത്തിൽ പ്രത്യേക യോഗങ്ങളായി ക്രമീകരിച്ചിട്ടുണ്ട്. ബുധനാഴ്ച രാവിലെ 9:30 എക്യുമെനിക്കൽ സമ്മേളനത്തിൽ ശ്രേഷ്ഠ ബസേലിയോസ് ജോസഫ് കാത്തോലിക്ക ബാവ മുഖ്യ സന്ദേശം നൽകും. വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 2:30 മുതൽ സന്നദ്ധ സുവിശേഷക സംഘത്തിന്റെയും വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 2:30 മുതൽ സേവികാ സംഘത്തിന്റെയും പ്രത്യേക യോഗങ്ങളും നടത്തപ്പെടും. ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 2:30 മുതൽ മിഷണറി സമ്മേളനവുമായി ക്രമീകരിക്കും. പൂർണ്ണസമയ സുവിശേഷ വേലയ്ക്ക് സമർപ്പിക്കുന്ന 12 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ പ്രതിഷ്ഠാ ശുശ്രൂഷ 13 വെള്ളിയാഴ്ചയും 12 വയസ്സിന് മുകളിലുള്ള പ്രതിഷ്ഠാ ശുശ്രൂഷ 14 ശനിയാഴ്ചയും രാവിലെ 7:30 കോഴഞ്ചേരി സെന്റ് തോമസ് മാർത്തോമ പള്ളിയിൽ നടത്തും. 15 ഞായർ രാവിലെ 7:30 മാരാമൺ, കോഴഞ്ചേരി, ചിറയിറമ്പ് പള്ളികളിൽ വിശുദ്ധ കുർബാന ക്രമീകരിക്കും. ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 2:30 സമാപന സമ്മേളനത്തിൽ ഡോക്ടർ ഐസക് മാർ ഫിലിക്സ് നോസ് എപ്പിസ്കോപ്പ അധ്യക്ഷത വഹിക്കും. ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത സമാപന സന്ദേശം നൽകും. ജനറൽ സെക്രട്ടറി റവറൻ ഡെബി K. ജോഷുവ, ലേഖക സെക്രട്ടറി പ്രൊഫസർ എബ്രഹാം P. മാത്യു, സഞ്ചാര സെക്രട്ടറി റവറൻ ജിജി വർഗീസ്, ട്രഷറർ ഡോക്ടർ എബി തോമസ് വാരിക്കാട്, കൺവീനർമാരായ സാം ചെമ്പകത്തിൽ, ടിജു M. ജോർജ് എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു.
131ാമത് മാരാമൺ കൺവെൻഷന്റെ ഭാഗമായി മാർത്തോമാ സുവിശേഷ പ്രസംഗ സംഘം പരിസ്ഥിതി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കല്ലിശ്ശേരി കടവിൽ മാളികയിൽ നിന്നും അയിരൂരിൽ നിന്നും പ്രകൃതിക്ക് കാവലാവുക എന്ന സന്ദേശവുമായി പരിസ്ഥിതി സൗഹൃദ സന്ദേശ ജലയാത്ര സംഘടിപ്പിക്കും. ജനുവരി 31 ഉച്ചയ്ക്ക് 1:30 കടവിൽ മാളിക, അയിരൂർ, ചെറുകോൽപ്പുഴ കടവുകളിൽ നിന്ന് ആരംഭിക്കുന്ന ജലയാത്ര വിവിധ കേന്ദ്രങ്ങളിൽ പരിസ്ഥിതി സൗഹൃദ സന്ദേശങ്ങൾ കൈമാറി വൈകുന്നേരം 4:30 മാരാമൺ കൺവെൻഷൻ നഗറിൽ സമാപിക്കും. അടൂർ ഭദ്രാസന അധ്യക്ഷൻ മാത്യൂസ് മാർ സെറാഫീം എപ്പിസ്കോപ്പ ചെറുകോൽപ്പുഴയിലും സഭാ സെക്രട്ടറി റവറൻ ഡെബി ടി മാമൻ കടവിൽ മാളികയിലും യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും. ഇരു കേന്ദ്രങ്ങളിൽ നിന്നും നിരവധി വള്ളങ്ങളിലായി ജനങ്ങൾ യാത്രയിൽ അണിചേരും. മാരാമൺ കൺവെൻഷന്റെ ആരംഭകാല ഓർമ്മകൾ പുതുക്കി പരമ്പരാഗത വേഷങ്ങളിലാവും സ്ത്രീകളും പുരുഷന്മാരും വള്ളത്തിൽ യാത്ര ചെയ്യുക. വള്ളത്തിലൊരുക്കുന്ന ഗാനങ്ങളും ചൂട്ടുകറ്റകളും റാന്തൽ വിളക്കുകളും പഴയകാല കൺവെൻഷൻ യോഗങ്ങളെയും യാത്രകളെയും അനുസ്മരിപ്പിക്കുന്നതാകും. കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജ് NSS യൂണിറ്റ് പ്രവർത്തകർ തെരുവ് നാടകങ്ങളുടെ പരിസ്ഥിതി സൗഹൃദ സന്ദേശം കൈമാറും. വൈകുന്നേരം 4:30 മാരാമൺ മണൽപ്പുറത്ത് ചേരുന്ന പരിസ്ഥിതി സമ്മേളനത്തിൽ മാർത്തോമാ സുവിശേഷ പ്രസംഗ സംഘം പ്രസിഡന്റ് ഡോക്ടർ ഐസക് മാർ ഫിലിക്സ് നോസ് എപ്പിസ്കോപ്പ അധ്യക്ഷനായിരിക്കും. ആന്റണി MP ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ചെയർപേഴ്സൺ S. ശ്രീകല മുഖ്യപ്രഭാഷണം നടത്തും. 131ാമത് മാരാമൺ കൺവെൻഷൻ പന്തലിന്റെ ഓലമേൽ ആരംഭിച്ചു. ഉദ്ഘാടനം മാർത്തോമാ സുവിശേഷ പ്രസംഗ സംഘം പ്രസിഡന്റ് ഡോക്ടർ ഐസക് മാർ ഫിലിക്സ് നോസ് എപ്പിസ്കോപ്പ നിർവഹിച്ചു. സംഘം ജനറൽ സെക്രട്ടറി റവറൻ ഡെബി കെ ജോഷുവ ആമുഖ പ്രസംഗം നടത്തി. ഭാരവാഹികളായ പ്രൊഫസർ എബ്രഹാം P. മാത്യു ലേഖക സെക്രട്ടറി, റവറൻ ജിജി വർഗീസ് സഞ്ചാര സെക്രട്ടറി, ഡോക്ടർ എബി തോമസ് വാരിക്കാട് ട്രഷറർ, പന്തൽ ഓലമേൽ കൺവീനർമാരായ PP അച്ചൻകുഞ്ഞ്, ഇവാഞ്ചലിസ്റ്റ് മാത്യു ജോൺ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ റവറൻ റൊണാൾഡ് രാജു, റവറൻ ജോജി തോമസ്, റവറൻ ജോജി ജേക്കബ്, ടിജു M. ജോർജ്, സാം ചെമ്പകത്തിൽ, ഗീത മാത്യു, ജോൺസൺ എബ്രഹാം, ബിനോജസ്, അഡ്വക്കേറ്റ് മനോജ് മലയിൽ, ഇവാഞ്ചലിസ്റ്റ് MC ജോർജ് കുട്ടി, കോഴഞ്ചേരി മാരാമൺ ഇടവകളിലെ വികാരിമാരായ റവറൻ എബ്രഹാം തോമസ്, റവറൻ ജിജി തോമസ്, വൈദികർ, സുവിശേഷകർ തുടങ്ങിയവർ പങ്കെടുത്തു. അപരവൽക്കരണത്തിന്റെ കാലഘട്ടത്തിൽ ക്രിസ്തു പകർന്നു നൽകിയ സ്നേഹത്തിന്റെയും പാരസ്പര്യത്തിന്റെയും ഉത്തമ മാതൃകകളെ സമൂഹത്തിൽ പിൻപറ്റുവാൻ വിശ്വാസ സമൂഹത്തിന് സാധിക്കണമെന്ന് തോമസ് മാർ തിമോത്തിയോസ് എപ്പിസ്കോപ്പ ഉദ്ബോധിപ്പിച്ചു. ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസന കൺവെൻഷന്റെ സമാപന യോഗത്തിൽ മുഖ്യ സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം. യേശു കർത്താവ് നമ്മെ കണ്ട് മനസ്സരിഞ്ഞ് നമ്മളെ അനുഗ്രഹിക്കുന്നു, നമുക്ക് സന്തോഷകരമാണ്. എന്നാൽ ദൈവം നമ്മെക്കുറിച്ചൊക്കെ ആഗ്രഹിക്കുന്ന ഈ മനസ്സലിവിൻ്റെ ഗുണഭോക്താക്കളായി നമ്മൾ കഴിയുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ കണ്ട് മനസ്സലിയുവാനായിട്ടുള്ള ഒരു വെല്ലുവിളിയുടെ ഉയർത്തുന്നതാണ് ഈ ക്രിസ്തുവിൻ്റെ ഭാവം എന്നുള്ളത് ഒരിക്കലും മറക്കരുത്. ഡോക്ടർ യുവാക്കിം മാർ കൂർലോസ് അഫ്രിക്കൻ മെത്രാപ്പൊലിത്ത അധ്യക്ഷത വഹിച്ചു. ദൈവം സുന്ദരമായി സൃഷ്ടിച്ച ഭൂമി ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ സംരക്ഷിക്കുവാനും പരിപാലിക്കുവാനും നമുക്ക് ബാധ്യതയുണ്ടെന്ന് സമാപന സന്ദേശത്തിൽ സഫ്രഗൻ മെത്രാപ്പൊലിത്ത ഓർമ്മിപ്പിച്ചു. ഈ ഫലം പുറപ്പെടുവിപ്പാനാണ് കർത്താവ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഫലം പുറപ്പെടുവിക്കുന്നതിലൂടെ എന്താണ് സാധിക്കേണ്ടത്? ദൈവനാമം മഹത്വപ്പെടണം. റവറൻ തോമസ് സക്രിയ, ജോജി ചെറിയാൻ, റവറൻ ജോൺ കുരുവിള, റവറൻ DJ ജോസഫ് എന്നിവർ പ്രസംഗിച്ചു. സഭയുടെ സജീവ ശുശ്രൂഷയിൽ നിന്ന് വിരമിക്കുന്ന റവറൻ PJ സാമുവേൽ, റവറൻ ജോസ് പുന്നമടം, റവറൻ ഡേവിഡ് ഡാനിയൽ, റവറൻ PJ ചാക്കോ, റവറൻ KK സാമുവേൽ എന്നീ വൈദികരെ യോഗം ആദരിച്ചു. ഭദ്രാസന DSMC ഗായക സംഘം ഗാനങ്ങൾ അവതരിപ്പിച്ചു. ഈ വർഷത്തെ പുതിയ കൺവെൻഷൻ ഗീതങ്ങൾ രചിച്ചവരെയും സംഗീതം നൽകിയവരെയും യോഗത്തിൽ ആദരിച്ചു. മാർത്തോമാ സഭ കോട്ടയം കൊച്ചി ഭദ്രാസന നേതൃത്വത്തിൽ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വിജയികൾക്ക് അനുമോദനം നൽകി. തോമസ് മാർ തിമോത്തിയോസ് എപ്പിസ്കോപ്പ അധ്യക്ഷത വഹിച്ചു. മാത്യു T. തോമസ് MLA മുഖ്യപ്രഭാഷണം നടത്തി. ഭദ്രാസന സെക്രട്ടറി റവറൻ അലക്സ് എബ്രഹാം, ഭദ്രാസന ട്രഷറർ നോബിൾ തോമസ്, റവറൻ ഡോക്ടർ MP ഷാമുവൽ എന്നിവർ പ്രസംഗിച്ചു. സ്നേഹം കാക്കുന്ന കർമ്മം ചെയ്യുന്നവരായി തീരണമെന്ന് മാർത്തോമാ സഭ മുംബൈ ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ ഇവാനിയോസ് എപ്പിസ്കോപ്പ. മുംബൈ ഭദ്രാസനത്തിന്റെ 20ാമത് കൺവെൻഷൻ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു എപ്പിസ്കോപ്പ. നമ്മുടെ ഭവനങ്ങൾ ദൈവം വസിക്കുന്ന ആലയങ്ങളും നമ്മുടെ സഹോദരങ്ങൾ സ്നേഹത്തിൻ്റെ ആയുസ് ദീർഘമാക്കുവാൻ ദൈവം നമ്പുരാൻ നമുക്ക് നൽകിയിരിക്കുന്ന ആളുകളുമാണെന്നുള്ള ബോധ്യമാകണം. വാശി സിഡ്കോ ലോണിൽ നടന്ന വിശുദ്ധ കുർബാന ശുശ്രൂഷയ്ക്ക് മാർ ഇവാനിയോസ് എപ്പിസ്കോപ്പ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പൊതുസമ്മേളനത്തിൽ ഭദ്രാസനത്തിന്റെ 2 പദ്ധതികൾ പ്രഖ്യാപിച്ചു. പൻവേലിൽ മുംബൈ ഭദ്രാസനത്തിന്റെ സ്ഥലത്ത് മുംബൈ ടാറ്റ ഹോസ്പിറ്റലിന്റെ സഹായത്തോടുകൂടി ഹോസ്പീസ് സെന്റർ നിർമ്മിക്കും. തറക്കല്ലിടിയിൽ ഫെബ്രുവരി 23 രാവിലെ 10:30 ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലിത്ത നിർവഹിക്കും. ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങൾ ബാധിച്ച് ക്ഷീണിതരായി കഴിയുന്ന നിരാലംബരായ ആളുകൾക്ക് കാരുണ്യ സ്പർശമാകുന്ന ശുശ്രൂഷയാണ് ഹോസ്പീസിലൂടെ ലക്ഷ്യമിടുന്നത്. വൈകിട്ട് 3 ലോണാവാലിയിലുള്ള മാർത്തോമാ ക്യാമ്പ് സെന്ററിന്റെ വിപുലീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനവും മെത്രാപ്പൊലിത്ത നിർവഹിക്കുമെന്ന് ഭദ്രാസന എപ്പിസ്കോപ്പ പറഞ്ഞു.
റവറൻ ഡോക്ടർ ഷിബി വർഗീസ് പി മുഖ്യപ്രഭാഷണം നടത്തി. സൺഡേ സ്കൂൾ കുട്ടികൾക്കുള്ള പ്രത്യേക മീറ്റിംഗും നടന്നു. സമാജം ബിരുദ പരീക്ഷയിൽ മുംബൈ ഭദ്രാസനത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ മാർക്ക് കരസ്ഥമാക്കിയ കുട്ടികളെ സമ്മേളനത്തിൽ ആദരിച്ചു. കഴിഞ്ഞ വ്യാഴാഴ്ച ആരംഭിച്ച കൺവെൻഷൻ വസായ്, കല്യാൺ ഈസ്റ്റ്, മുളൂൺ എന്നിവിടങ്ങളിലെ മാർത്തോമ പള്ളികളിൽ നടന്നു. ഭദ്രാസന സെക്രട്ടറി വികാരി ജനറൽ വെരി റവറൻ തോമസ് കെ ജേക്കബ്, ഭദ്രാസന ട്രസ്റ്റി വി പി സൈമൺ എന്നിവർ നേതൃത്വം നൽകി. റവറൻ ജോൺ ടി ജോർജ് പ്രയർ സെൽ, റവറൻ ജെനിൽ എബ്രഹാം ഫിസിക്കൽ അറേഞ്ച്മെന്റ്സ്, റവറൻ അലൻ ടി സാമുവൽ കോയർ, കെ എസ് ജോൺ ഹോസ്പിറ്റാലിറ്റി, സജി കെ തോമസ് മീഡിയ ആൻഡ് പബ്ലിസിറ്റി, ഷിബു സി ലൂക്കോസ് ഫുഡ് എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ സബ് കമ്മിറ്റികൾ പ്രവർത്തിച്ചു. മുംബൈ ഭദ്രാസനത്തിലെ മുംബൈ, പൂനെ, ഗോവ, ഗുജറാത്ത് എന്നിവിടങ്ങളിൽ നിന്നായി വിശ്വാസ സമൂഹം കൺവെൻഷൻ യോഗങ്ങളിൽ പങ്കെടുത്തു. കന്നഡ വിശ്വാസികളുടെ സംഗമം ബീരസന്ദ്രയിലുള്ള ദി ബാംഗ്ലൂർ മാർത്തോമ സെന്ററിൽ നടത്തി. ദേവനഹള്ളി, മുണ്ടുഗോഡ്, അങ്കോല സെന്ററുകളിലെ വിവിധ ഇടവകളിൽ നിന്നും മിഷൻ ഫീൽഡുകളിൽ നിന്നും 1600-ലധികം വിശ്വാസികൾ പങ്കെടുത്തു. ഡോക്ടർ ഗ്രിഗോറിയോസ് മാർ സ്തേഫാനോസ് എപ്പിസ്കോപ്പ വിശുദ്ധ കുർബാനയ്ക്ക് നേതൃത്വം നൽകി. ദേവനഹള്ളി മുണ്ടുഗോഡ് സെന്ററിലെ വൈദികരും സുവിശേഷകരും ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകി. മധ്യപ്രദേശിലെ ഷിപ്ര സർവോദയ നഗർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കാർഡ് ലൈറ്റ് ടു ലൈഫ് പദ്ധതിയുടെ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം മാർത്തോമ സഭ ഡൽഹി ഭദ്രാസന അധ്യക്ഷൻ സക്രിയാസ് മാർ അപ്രേം എപ്പിസ്കോപ്പ നിർവഹിച്ചു. സമൂഹത്തിലെ പിന്നോക്കം നിൽക്കുന്ന മേഖലയിലുള്ള കുട്ടികൾക്ക് കൈത്താങ്ങാകുക എന്ന ലക്ഷ്യത്തോടെയാണ് ലൈറ്റ് ടു ലൈഫ് പ്രോജക്ട് പ്രവർത്തിക്കുന്നത്. പ്രോജക്റ്റിന്റെ ഭാഗമായി ശുചിത്വ കിറ്റുകളും ശൈത്യകാല വസ്ത്രങ്ങളും വിതരണം ചെയ്തു. ഡൽഹി ഭദ്രാസന വികാരി ജനറാലും ബിഷപ്പ് സെക്രട്ടറിയുമായ വെരി റവറൻ ഡാനിയൽ തോമസ് മുഖ്യ സന്ദേശം നൽകി. ലൈറ്റ് ടു ലൈഫ് പ്രോജക്ട് ലോക്കൽ അഡ്മിനിസ്ട്രേറ്റർ റവറൻ റിജു തോമസ് ജോൺ അധ്യക്ഷത വഹിച്ചു. റവറൻ തോമസ് ജോൺ, റവറൻ ടോംസ് നൈനാൻ, സുനിൽ പി മാത്യു, അനീഷ് ഫിലിപ്പ്, അനു സാമുവൽ എന്നിവർ പ്രസംഗിച്ചു. മധ്യപ്രദേശിലെ ഷിപ്ര സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നവീകരിച്ച കമ്പ്യൂട്ടർ ലാബിന്റെ ഉദ്ഘാടനവും പുതിയ ഡിജിറ്റൽ സംവിധാനങ്ങളുടെ ലോഞ്ചിങ്ങും ഡൽഹി ഭദ്രാസന അധ്യക്ഷൻ സക്രിയാസ് മാർ അപ്രേം എപ്പിസ്കോപ്പ നിർവഹിച്ചു. സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി 3 പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു. വിദ്യാർത്ഥികൾക്ക് ആധുനിക സാങ്കേതിക വിദ്യയിൽ പ്രായോഗിക പരിശീലനം നൽകുന്നതിനായി സജ്ജീകരിച്ച ലബോറട്ടറിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഭദ്രാസന ബിഷപ്പ് സെക്രട്ടറിയും വികാരി ജനറാലുമായ റവറൻ ഡോക്ടർ ഡാനിയൽ തോമസ് ആശംസ നേർന്നു. സ്കൂൾ മാനേജർ റവറൻ റിജു തോമസ് ജോൺ അധ്യക്ഷത വഹിച്ചു. കൂടുതൽ സഭാവിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. മാർത്തോമ വിഷനിലൂടെ. ഷാലോം.